80കളുടെ ഒരു പകുതിക്ക് ഇപ്പുറം ജനിച്ചിട്ടുള്ള ചിലപ്പോൾ നമ്മുടെയൊക്കെ അച്ഛന്മാരുടെ മാമന്മാരുടെ ചിലപ്പോൾ നമ്മുടെ വീടിൻ്റെ അടുത്തൊക്കെയുള്ള വലിയ അണ്ണന്മാരുണ്ടാവില്ല, നല്ല പ്രായമുള്ള, നമ്മൾ ഭയങ്കര സ്നേഹത്തിലും ബഹുമാനത്തിലും ചേട്ടാന്നൊക്കെ വിളിക്കുന്ന അവരുടെയൊക്കെ ഒരു പ്രതാപ കാലഘട്ടം എന്ന് വേണമെങ്കിൽ പറയാവുന്ന എന്ന് വെച്ചാൽ അവർ കോളേജിലൊക്കെ പോയി അർമാദിച്ച് നടന്ന ഒരു 17-18 വയസ്സ് സമയം. ആ സമയത്തുള്ള ഒരുപക്ഷെ അവരിൽ പലരുടെയും കഥയാണ് മൂൺ വാക്ക് എന്ന് പറയുന്ന സിനിമ. ഞാൻ ശരിക്കും സിനിമ കാണുന്ന സമയത്തൊക്കെ അതിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കാരണം നമ്മൾ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് നമുക്ക് പരിചയമുള്ള അങ്ങനെയുള്ള കഥ എന്നുള്ളതിനേക്കാൾ കൂടുതൽ നമുക്ക് പ്രിയപ്പെട്ട മുതിർന്ന കുറേ ആളുകളുടെ അവരെന്താണ് ചെയ്തുകൊണ്ടിരുന്നത് അവരുടെ കാലഘട്ടത്തിൽ എന്നുള്ളത് വളരെ രസമായിട്ട് കാണിക്കുന്ന ഒരു സിനിമയായിട്ടാണ് എനിക്ക് മൂൺ വാക്ക് അനുഭവപ്പെട്ടത്. ഡിസ്കോ ഇന്ന് ബ്രേക്ക് ഡാൻസിലേക്ക് വരുന്ന, ബോണി എം ആരാധകർ വളർന്നു വരുന്ന മൈക്കിൾ ജാക്സൺ ആരാധകരെ കാണുന്ന, അങ്ങനെ ഭയങ്കര രസമുള്ളൊരു കാലഘട്ടം. സിനിമ തുടങ്ങുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട, ഈ അടുത്ത കാലത്ത് യൂട്യൂബിൽ ഒരുപാട് ട്രെൻഡിങ് ആയിട്ട് വരാറുള്ള AVM ഉണ്ണി ആർക്കൈവ്സ് എന്ന് പറയുന്നൊരു യൂട്യൂബ് ചാനലുണ്ട്. അതായത് നമ്മൾ ഇപ്പോഴാണല്ലോ ഈ ഇൻ്റർവ്യൂ പരിപാടിയൊക്കെ കാണുന്നത്, പക്ഷേ അതിന് മുമ്പ് അദ്ദേഹം കയ്യിലുണ്ടായിരുന്ന വീഡിയോ ക്യാമറയിൽ ഷൂട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പല വിഷ്വൽസും അപ്ലോഡ് ചെയ്യുകയാണ്. ഏകദേശം അതിൽ വരുന്നൊരു വീഡിയോ പോലെ ഇവർ കുറേ വർഷങ്ങൾക്ക് മുമ്പ് UAE പോയിട്ടുള്ള ഒരു ഇൻ്റർവ്യൂ ഒക്കെ കാണിച്ചുകൊണ്ടാണ് സിനിമ തുടങ്ങുന്നത്. അത് ഭയങ്കര രസമായിരുന്നു. ഒരു വീഡിയോ കാസറ്റിൻ്റെ വിഷ്വൽ നമ്മൾ കാണുന്ന പോലെ ഇപ്പോൾ പേരൊക്കെ എഴുതി കാണിക്കലും അതുപോലെയുള്ള കുറേ കാര്യങ്ങളിലൊക്കെ അവർ ആ കാലഘട്ടത്തിൽ കുറേ എലമെൻറ്റുകൾ ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് ടൈറ്റിലൊക്കെ എഴുതി വരുന്നത് ഞാൻ ചില ഇടങ്ങളിൽ, വളരെ കുറച്ചിടങ്ങളിൽ ഒന്ന് ഭയപ്പെട്ടു. കാര്യം ഈ വീഡിയോ കാസറ്റ് എഫക്റ്റ് അവിടെ ഇവിടെയായിട്ട് ഇനി ഒരുപാട് വാരിക്കോരി ഇടുമെന്നുള്ളത്. പക്ഷേ കൃത്യമായിട്ടുള്ള ഒരു അളവിൽ കൃത്യം പ്ലേസ്മെൻ്റ് ആയിരുന്നു അത്. പിന്നെ ആ കാലഘട്ടത്തിലെ ഡാൻസ് പരിപാടികൾ, നമ്മുടെ പയ്യന്മാരുടെ ഒരു ശീലങ്ങൾ. പയ്യന്മാരെന്ന് പറഞ്ഞാൽ അവരൊക്കെ ഇപ്പോൾ ഒരു 50-55 വയസ്സെങ്കിലും പ്രായമുള്ള ആളുകളൊക്കെ ആയിരിക്കും. അപ്പോൾ അവരുടെ ആ സമയത്തുള്ള ശീലങ്ങൾ, ഈ സ്മാർട്ട് ഫോണൊന്നും ഇല്ലാതിരുന്ന കാലത്ത് യുവാക്കൾ എന്താണ് ചെയ്തുകൊണ്ടിരുന്നത് എന്നൊക്കെയുള്ള വളരെ രസമുള്ളൊരു അവതരണമാണ്. മറ്റൊരു വളരെ ഇഷ്ടപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ സിനിമയിലെ പ്രകടനങ്ങളാണ്. പ്രകടനങ്ങൾ എന്ന് പറയുമ്പോൾ അവർ ക്യാരക്ടറായിട്ട് നിന്നിട്ട് അവരുടെ ഇമോഷൻസ്, അവരുടെ ദേഷ്യങ്ങൾ, അവരുടെ പ്രണയങ്ങൾ, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ടല്ലോ. ആ പെർഫോമൻസ് മികവിൻ്റെ കൂടെ തന്നെ ഇവരുടെ ഡാൻസിൻ്റെ മികവും എടുത്തു പറയേണ്ടതാണ്. ഗംഭീരമായിട്ട് ഡാൻസ് ചെയ്തിട്ടുണ്ട്. അതിൽ ചില ഡാൻസൊക്കെ കാണുമ്പോൾ ഞാൻ ആലോചിക്കുന്നത്, ഇത് ഞാൻ ജനിക്കുന്നതിന് മുമ്പ് നടക്കുന്ന കഥയൊക്കെയാണ്. പക്ഷെ നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന ഒരു ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി സമയത്തേക്കൊക്കെ എത്തിയപ്പോൾ കൂട്ടുകാരുടെ ഗ്രൂപ്പ് ഡാൻസ് പരിപാടികളൊക്കെ ഉണ്ട്, തട്ടിക്കൂട്ട് ട്രൂപ്പൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങൾക്ക്. അപ്പോൾ ആ സമയത്ത് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത് അന്നക്കാലത്ത് തുടങ്ങി വെച്ചുകൊണ്ടിരുന്ന സ്റ്റെപ്പുകൾ തന്നെയായിരുന്നു എന്ന് പറയുന്ന പോലെ. അതായത് ഇന്ന് നമ്മൾ ചെയ്യുന്നതൊക്കെ അന്നേ അണ്ണന്മാർ വിട്ടതാ എന്ന് പറയുന്ന പോലത്തെ ആ ഒരു സാധനം ഉണ്ടല്ലോ, അത് ഭയങ്കര രസമായിരുന്നു. അത് ഈ നായകന്മാർ പയ്യന്മാർ മാത്രമല്ല, അവർ തകർത്തിട്ടുണ്ട് കേട്ടോ, അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഇതിൽ സ്ത്രീ കഥാപാത്രങ്ങൾ വളരെ കുറച്ച്, ഇപ്പോൾ പയ്യന്മാരുടെ ഒരു സൗഹൃദം പരിപാടിയൊക്കെയാണ്, പക്ഷേ സ്ത്രീ കഥാപാത്രങ്ങൾ അവിടെ ഇവിടെയായിട്ട് വരുന്നത്, അതിൻ്റെ ഒരു അവതരണമൊക്കെ ഭയങ്കര രസമുണ്ടായിരുന്നു. വളരെ സ്ട്രോങ് ആയിട്ടുള്ള സ്ത്രീകളെ നമ്മൾ കാണുന്നുണ്ട് ഇതിൽ. അമ്മമാർ, അച്ഛന്മാർ, എല്ലാവരും. ഒരു അച്ഛനൊക്കെ ഉണ്ട് പോലീസ് സ്റ്റേഷനിൽ കയറിയിട്ട് ഏത് നിയമപുസ്തകത്തിലാണ് സാറേ മുടി വെട്ടാൻ പറഞ്ഞിട്ടുള്ളത് എന്നൊക്കെ ചോദ്യം ചോദിക്കുന്നുണ്ട്. ഒരു നിറഞ്ഞ ക്രൗഡായിരുന്നെങ്കിൽ കൈയടിക്കാമായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ ഫസ്റ്റ് ഡേ രാവിലെ 9:40 ഷോ ഫോറം മാളിൽ PVRലാണ് പടം കാണുന്നത്. ഞാനും അനിയനും ചെന്ന് കയറുമ്പോൾ ഞാനും അവനും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞ് പടം കാണാൻ കുറച്ച് ആളുകളും കൂടി, ആകെ മൊത്തം ഒരു 10 പേരുണ്ടാവുള്ളൂ തിയേറ്ററിൽ. അവർ വനിതാ തിയേറ്ററിലായിരുന്നു ഫാൻസും അവരുടെ റിലേറ്റീവ്സും പരിപാടിയൊക്കെ ഉണ്ടായിരുന്നത്. അവിടെ വൻ ഡാൻസ് പരിപാടികൾ, ഞാൻ ഒരുപാട് സ്റ്റോറിയൊക്കെ കണ്ടു. പക്ഷേ ഞാൻ കണ്ട തിയേറ്ററിൽ ആൾ വളരെ കുറവായിരുന്നു. കുറച്ചും കൂടി ആളുണ്ടായിരുന്നെങ്കിൽ അങ്ങനെയുള്ള കുറച്ച് സീനുകൾക്ക് നല്ല കയ്യടി ഉണ്ടാവുമായിരുന്നു. അത് കുറച്ചുകൂടി ഉണർവ് തന്നേനെ എന്ന് എനിക്ക് തോന്നി. അങ്ങനെ ഈ കഥാപാത്രങ്ങളൊക്കെ തന്നെയും ക്യാരക്ടേഴ്സിനെ അവർ ബിൽഡ് ചെയ്തിരിക്കുന്നത്, അതായത് ലൈഫിൽ നിന്ന് എടുക്കുന്ന ക്യാരക്ടേഴ്സാണ്. അതിൻ്റെ ഒരു ഗുണമുണ്ട് ഇതിനകത്ത്. ഒരു പണ്ടത്തെ ഡിസ്കോ ആണ് ആശാൻ എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു സാധനമുണ്ട്. അതിലൊക്കെ ഒരുപാട് പ്രെഡിക്റ്റബിൾ എലമെൻ്റ് ഉണ്ട്. ഒരു ക്യാരക്ടറിനെ കാണിക്കുമ്പോൾ നമുക്കറിയാം ഇയാളെ വെച്ചിട്ടാണ് ഇവർ ക്ലൈമാക്സിൽ ഒരു പഞ്ച് പറയിക്കാൻ പോകുന്നത്, ഇന്ന ആളെ വെച്ചിട്ടാണ് ഇവർ ക്ലൈമാക്സിൽ പെർഫോം ചെയ്യിക്കാൻ പോകുന്നത്. ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും, വളരെ ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. ബട്ട് സ്റ്റിൽ ഇറ്റ്സ് നൈസ്. മറ്റൊരു ഇഷ്ടപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ ഡാൻസിനെ ഒരു എക്സ്പ്രഷൻ ഓഫ് ഫീലിങ്സ് എന്നുള്ള രീതിയിൽ സിനിമയിൽ അവതരിപ്പിക്കുന്നുണ്ട്. നമ്മൾ ക്ലൈമാക്സിലേക്കൊക്കെ വരുമ്പോഴാണ് അറിയാലോ, ഇങ്ങനെയുള്ള സിനിമകളിൽ ഡാൻസിനെ അതിൻ്റെ ഒരു പീക്ക് ലെവലിൽ നമ്മളെ എക്സ്പീരിയൻസ് ചെയ്യിക്കാൻ വേണ്ടി അവർ വെച്ചിരിക്കുന്നത് ക്ലൈമാക്സിലായിരിക്കും. ആ ഒരു പോർഷനിൽ അത് ഭയങ്കരമായിട്ട് വർക്കാവുന്നുണ്ടായിരുന്നു. ആസ് ആൻ എക്സ്പ്രഷൻ ഓഫ് ഇമോഷൻസ്, ഫീലിങ്സ്, ജനറേഷണൽ ട്രോമ, അങ്ങനെയൊക്കെയുള്ള കുറേ വാക്കുകളൊക്കെ ഉപയോഗിച്ച് പറയാനാണെങ്കിൽ ഗംഭീരമായിട്ട് അവരത് ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിൽ ചെറിയൊരു വിയോജിപ്പ് എനിക്കുണ്ട്. അത് നമുക്ക് അവസാനം നെഗറ്റീവ്സ് പറയുമ്പോൾ പറയാം. മ്യൂസിക് സിനിമയുടെ ഒരു വലിയ പ്ലസ് പോയിൻ്റ് ആണ്, അറിയാലോ. ഡാൻസ് വരുമ്പോൾ ഉറപ്പായിട്ടും അതിന് ബീറ്റ് വേണം. അപ്പോൾ ആ ഒരു മ്യൂസിക്, പിന്നെ ആ കാലഘട്ടത്തിൽ ഇവരൊക്കെ കേൾക്കുന്ന പാട്ടുകൾ, ഇപ്പോൾ മൈക്കിൾ ജാക്സൻ്റെ ട്രാക്സും അതുപോലെയുള്ള സാധനങ്ങളൊക്കെ വരുമ്പോൾ ഇതിനൊരു ബ്ലെൻഡ് വേണം. സിനിമയിലെ മ്യൂസിക് നമ്മുടെ കൾച്ചറിന് ഒരു വഴിക്കും, ഇവർ ഡാൻസ് കളിക്കുന്നതിൻ്റെ മ്യൂസിക് വേറെ വഴിക്കും, അങ്ങനെയൊന്നും പോകാൻ പാടില്ലല്ലോ. അപ്പോൾ ആ എവിടെയും നമുക്ക് ആ ഒരു കല്ലുകടിയോ ചാട്ടോ ഒന്നും ഫീൽ ചെയ്യാതെ ഭയങ്കര സ്മൂത്തായിട്ടാണ് ഇതിൻ്റെ മ്യൂസിക് പരിപാടികളൊക്കെ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. വിഷ്വൽസ് ഗംഭീരമായിട്ട് അവർ എടുത്തിട്ടുണ്ട്. അതിൻ്റെ കളറിങ് പരിപാടികൾ അടിപൊളിയായിരുന്നു. അതിന് ഇതിനൊക്കെ മുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇമോഷണൽ കണക്റ്റാണ്. ഞാൻ പറഞ്ഞ പോലെ എനിക്ക് കണക്ട് ചെയ്യാൻ പറ്റുമോ എന്നറിയാത്ത, എന്നേക്കാൾ മുമ്പ് ജനിച്ച് ഒരു 17 വയസ്സൊക്കെ എത്തിയിട്ടുള്ള അണ്ണന്മാരുടെ കഥയാണ്.
പക്ഷെ അത് വളരെ റിലേറ്റബിളായി അവരുടെ പെയിനും അവരുടെ ഇഷ്ടാനിഷ്ടങ്ങളും അവരുടെ ശീലങ്ങളും ഒക്കെ നമുക്ക് വളരെയധികം റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന അവരുടെ കോളേജ് ലൈഫ്, അതിൻ്റെ ഇടയിലുള്ള ചില ഡയലോഗുകൾ, കൂട്ടുകാർ തമ്മിലുള്ള ചില അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കാൻ വേണ്ടിയിട്ടുള്ള ഡയലോഗുകൾ, അതൊക്കെ ഭയങ്കര രസമായിട്ട് വന്നിട്ടുണ്ട്. മൊത്തത്തിലൊരു ഓളത്തിൽ ഇങ്ങനെ കണ്ടിരുന്ന് പോവുകയാണ്. വിനോദ് എ.കെ, മാത്യു വർഗീസ്, സുനിൽ ഗോപാലകൃഷ്ണൻ എന്നിവർ ചേർന്ന് തിരക്കഥ ഒരുക്കി വിനോദ് എ.കെ സംവിധാനം ചെയ്തിട്ടുള്ള സിനിമയാണ് മൂൺ വാക്ക്. ലിജോ ജോസ് പെല്ലിശ്ശേരി അവതരിപ്പിക്കുന്ന ലിസ്റ്റിൻ സ്റ്റീഫൻ നിർമ്മിച്ചിട്ടുള്ള സിനിമ. പ്രശാന്ത് പിള്ളയാണ് ഇതിൻ്റെ മ്യൂസിക് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ ഒരു നെഗറ്റീവ് സൈഡ് അതെനിക്ക് ഫീൽ ചെയ്തെന്ന് വെച്ചാൽ അത് ഈ സിനിമയുടെ കാര്യത്തിൽ മാത്രമല്ല, നമ്മൾ തുടരും സിനിമയിൽ അടക്കം പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. നമ്മൾ ചില കാര്യങ്ങളെ സിനിമയിൽ പ്ലേസ് ചെയ്യുന്നത്, അത് നിങ്ങൾ പ്ലേസ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ കൃത്യമായിട്ടുള്ള കാരണങ്ങൾ പറയൂ എന്ന് പറയാൻ തോന്നുന്ന പോലെ, ആവശ്യപ്പെടാൻ തോന്നുന്നത് പോലെയാണ് ഇപ്പോൾ ഈ സിനിമയിലെ, അതിപ്പം സ്പോയിലർ ഇല്ലാതെ പറയാനാണെങ്കിൽ ജാതീയമായ പ്ലേസ്മെൻറ്റുകളുണ്ട് സിനിമയിൽ. അത് അങ്ങനെ തന്നെയാണ്. അതിൻ്റെ ഫ്യൂച്ചർ എന്തായിരിക്കും എന്നുള്ളതും സിനിമയിൽ അവതരിപ്പിക്കുന്നത് കുറേയൊക്കെ ശരിയാണ്. അങ്ങനെ തന്നെയാണ് ഇതിനു മുമ്പ് സംഭവിച്ചത് നമ്മൾ കണ്ടിട്ടുള്ളത്. പക്ഷെ അപ്പോൾ പോലും അവിടുത്തെ യഥാർത്ഥ വില്ലനായി നിൽക്കുന്ന ആ സാഹചര്യത്തിന് ഇവർ അഡ്രസ്സ് ചെയ്യുന്നില്ല. അതിനെ ഒരു ഫിനാൻഷ്യൽ സ്ട്രഗിൾ പോലെയോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും ഇവിടെ ഉണ്ടായിരുന്നു എന്ന് പറയുന്ന അത്ര ഇവിടെ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നുള്ളൂ. ഇത് കൊല ചെയ്യപ്പെട്ട ആളുണ്ടെന്ന് നമുക്കറിയാം, കൊല നടന്നിട്ടുണ്ട് എന്നുള്ളത് കാണിക്കുകയും ചെയ്യും. പക്ഷേ കൊലപാതകിയുടെ പേര് പറയില്ല, കൊലപാതകി ആരാണെന്നും പറയില്ല. ഇതിങ്ങനെയാണ്, ഇത്രേ ഉള്ളൂ എന്ന് പറയുന്ന പോലത്തെ ഒരു അവസ്ഥയാണത്. അത് നിങ്ങൾ സിനിമ കണ്ടു കഴിഞ്ഞാലാണ് മനസ്സിലാവുക. അതിൻ്റെ OTT റിലീസൊക്കെ വന്നു കഴിയുമ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് വിശദമായിട്ട് സംസാരിക്കാം. പക്ഷേ അത് ഈ സിനിമയുടെ ആസ്വാദനത്തിന്, സിനിമ എന്നുള്ള രീതിയിൽ അതിൻ്റെ തുടക്കം മുതൽ അവസാനം വരെയുള്ള ആസ്വാദനത്തിന് ബാധിക്കുന്ന ഒന്നായി എനിക്ക് തോന്നിയിട്ടില്ല. ആകെ മൊത്തത്തിൽ പറഞ്ഞാൽ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ളൊരു മാമൻ, നമ്മൾ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ, നമ്മളിപ്പോൾ ഡാൻസ് കളിക്കുന്ന കണ്ടോ അല്ലെങ്കിൽ കൂട്ടുകാരായിട്ട് ചെത്തി നടക്കുന്നതൊക്കെ കാണുമ്പോൾ അവർ വിളിച്ചിട്ട് പറയുകയാണ്, മക്കളെ ഇതൊന്നും ഒന്നുമല്ല, പണ്ട് ഞാനുണ്ടല്ലോ, നമ്മൾ ചെയ്തിട്ടില്ലാത്ത പരിപാടികളൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞാൽ അവരുടെ ഒരു കഥ പറയുമ്പോൾ അതിനകത്ത് അവർ വളരെ ആത്മാർത്ഥമായിട്ട് അത് പറയും. അതിൽ ചിലതൊക്കെ കേൾക്കുമ്പോൾ നിങ്ങളങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടോ എന്ന് നമുക്ക് തിരിച്ചു ചോദിക്കാൻ തോന്നൂലേ. ആ ഒരു രീതിയിലുള്ള ഒരു കഥയാണിത്. പക്ഷേ ഈ ഓവർ ദ ടോപ്പ് ഭയങ്കര മോട്ടിവേഷൻ, ഇമോഷണൽ ഇൻസ്പിറേഷൻ അല്ലെങ്കിൽ ഭയങ്കര ഫൈറ്റും പരിപാടിയൊക്കെ വെച്ച് അങ്ങനെ ഒന്നുമില്ല. അന്നത്തെ കാലത്ത് കുറച്ച് കൂട്ടുകാർ കൂടി ഒരു ഡാൻസിൻ്റെ പരിപാടി ഉണ്ടാക്കി അതിൻ്റെ ഭാഗമായിട്ട് അവർ നേരിട്ട കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അവർ ആജീവനാന്ത ഡാൻസേഴ്സായിട്ടോ വലിയ ട്രൂപ്പായിട്ടൊന്നും മാറിയിട്ടില്ല. പക്ഷേ അവരുടെ ഉള്ള കാലം അവർ നല്ലോണം എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് അതിൻ്റേതായിട്ടുള്ള പരിമിതികളുമുണ്ട്, അതിന് അതിൻ്റേതായിട്ടുള്ള സുഖമുണ്ട്, രസമുണ്ട്. പക്ഷേ നല്ല മഴയാണ്, നല്ല കാറ്റാണ്, മരം വീഴലുണ്ട്, റോഡ് ബ്ലോക്ക് ഉണ്ട്, റോഡ് പൊട്ടിപ്പൊളിയലുണ്ട്, ഒത്തിരി പ്രശ്നങ്ങളുണ്ട്. ഇത്രയും പ്രശ്നങ്ങളെ അതിജീവിച്ച് തിയേറ്ററിനെ നിറഞ്ഞു കവിയുന്നൊരു സംഭവമാക്കി മാറ്റാൻ സിനിമയ്ക്ക് പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്നെ സംബന്ധിച്ച് ഞാനിതൊരു തിയേറ്റർ മസ്റ്റ് വാച്ചാണെന്ന് പറയില്ല. നല്ല സുഖമുള്ള കണ്ടിരിക്കാൻ പറ്റുന്നൊരു സിനിമയാണ്. പക്ഷേ തിയേറ്ററിൽ തന്നെ കണ്ടാലേ ചില കാര്യങ്ങൾ ഭയങ്കരമായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുള്ളൂ എന്ന് പറയാൻ തോന്നിപ്പിക്കുന്ന അങ്ങനത്തെ ഒരു പഞ്ച് എനിക്ക് തോന്നിയിട്ടില്ല. മഴയും കാറ്റും റോഡ് ബ്ലോക്കും ഒക്കെ കളക്ഷനെ ബാധിച്ചേക്കാം. മാത്രമല്ല സുരേഷ് ഏട്ടനും ബന്ധുമിത്രാദികളും അടുത്ത മാസത്തെ കണക്ക് പുറത്ത് വിടുമ്പോൾ ഇതിപ്പോൾ 30-ാം തീയതിയാണ് റിലീസായിട്ടുള്ളത്. അപ്പോൾ 2 ദിവസത്തെ കളക്ഷൻ ആയിരിക്കും അവരുടെ കണക്കിലുണ്ടാവുക. അങ്ങനെ നോക്കുമ്പോഴും സിനിമ പരാജയപ്പെട്ടു എന്ന് അവർ പറയും. പക്ഷേ എങ്ങനെയൊക്കെ വെച്ച് കഴിഞ്ഞാലും കണ്ടിരിക്കാവുന്ന ഒരു ഓക്കേഷ് നല്ല രസമുള്ളൊരു പടം, വൺ ടൈം വാച്ചബിൾ അനുഭവമാണ്. എന്നെ സംബന്ധിച്ച് ഞാൻ കൊടുത്ത കാശിന് എനിക്ക് നഷ്ടം തോന്നാത്ത ഒരു സിനിമ അനുഭവമാണ് മൂൺ വാക്ക് എന്ന് പറയുന്ന സിനിമ സമ്മാനിച്ചത്. പക്ഷേ അതെൻ്റെ മാത്രം പേഴ്സണൽ ഒപ്പീനിയനാണ്. പല ആളുകൾക്കും സിനിമ പല രീതിയിലായിരിക്കും ഫീൽ ചെയ്യുക. നിങ്ങൾ തന്നെ തിയേറ്ററിൽ പോയി കണ്ട് വിലയിരുത്തേണ്ടതാണ്. അങ്ങനെ ഈ സിനിമ തിയേറ്ററിൽ കണ്ടിട്ടുള്ള ഒരാളാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക.